2027 മാർച്ചിൽ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന പുതിയതായി പ്ലസ് ടുവിലേക്ക് എത്തിയ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ ഇനി പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ടഫായിരിക്കും. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സിനും സ്റ്റഡി ടിപ്സിനും മോട്ടിവേഷൻസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ഒന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു കൊമേഴ്സിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് 74.21 ആണ്. എന്ന് വെച്ചാൽ 50 പേരോട് ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ 12ഓളം കുട്ടികൾ തോറ്റു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ കുട്ടികൾ തോറ്റു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ പ്രോപ്പറായിട്ട് പഠിക്കാത്ത കൊണ്ട് തന്നെയാണ്. നമ്മൾ പല സ്കൂളുകളിലെയും കൊമേഴ്സിനെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പല സ്കൂളുകളിലും തോറ്റു പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കുട്ടികൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ്. നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക. പ്ലസ് വൺ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ സമയമുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ പ്ലസ് വൺ പ്രോപ്പറായിട്ട് പഠിച്ചില്ല. പ്ലസ് വൺ പബ്ലിക് എക്സാം ടഫായി. ഇതേ മിസ്റ്റേക്ക് നിങ്ങൾ പ്ലസ് ടുവിന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ഈ തോറ്റു പോകുന്ന ആളുകളെ എണ്ണത്തിൽ വിട്ടുപോകും. നമ്മൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിനെ കണക്കെടുക്കുകയാണെങ്കിൽ വിന്നിംഗ് പെർസെൻറ്റേജ് 69.16 ആണ്. അതായത് ഏകദേശം 30% കുട്ടികൾ തോറ്റു പോകുന്നുണ്ട് അല്ലേ. 50 പേരുള്ള ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ 15ലധികം കുട്ടികൾ ഹ്യൂമാനിറ്റീസിൽ തോറ്റു പോകുന്നുണ്ട്. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല. മിക്ക ആളുകളും പ്ലസ് വണ്ണിൽ ഒരിക്കലും സീരിയസ് അല്ലായിരുന്നു, പ്ലസ് ടുവിൽ അവർ ലാസ്റ്റിലേക്കാണ് സീരിയസ് ആയത്. ഈ ഒരു മിസ്റ്റേക്ക് പല കാലങ്ങളിലായിട്ട് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ തോറ്റുപോകുന്നത്. ഇതും ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ പ്ലസ് വൺ എന്തായാലും കഴിഞ്ഞു. പ്ലസ് വൺ നിങ്ങൾ തുടക്കം മുതലേ പഠിച്ചില്ല, ശരിയാണ്. പ്ലസ് വൺ നിങ്ങൾ തുടക്കം മുതലേ വേണ്ട രീതിയിൽ കൺസിഡറേഷൻ കൊടുത്തില്ല, ശരിയാണ്. പ്ലസ് വൺ നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ആ പ്ലസ് വണ്ണിൽ കുറഞ്ഞു പോയ മാർക്ക് മൊത്തത്തിൽ കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നതാണ് പ്ലസ് ടു. നിങ്ങൾ പ്ലസ് ടുവിൽ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഈ സെക്കൻഡ് മുതൽ നിങ്ങളുടെ 100% എഫേർട്ട് ഇട്ടിട്ട് ഞാൻ പഠിക്കും, ഞാൻ നേടിയെടുക്കും, എന്നെക്കൊണ്ട് പ്ലസ് ടുവിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന കോൺഫിഡൻസ് നിങ്ങൾ മുഴുവൻ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പ്ലസ് ടുവിലെയും പ്ലസ് വണ്ണിലെയും മാർക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പേഴ്സണെ നേടാൻ പറ്റും. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലസ് ടു നന്നായി പഠിക്കാനുള്ള. നിങ്ങൾക്ക് പ്ലസ് ടു നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്, പ്ലസ് ടു ഉഷാറാക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ കാര്യങ്ങൾ ഞാൻ സെറ്റാക്കി തരും. മെസ്സേജ് അയക്കാൻ വേണ്ടത് എനിക്ക് പ്ലസ് ടു കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ്, അടിപൊളിയായി പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മെസ്സേജ് അയച്ചോ. ബാക്കി കാര്യം സെറ്റാക്കും. അപ്പോൾ മക്കളെ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണ്, നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡിയാണ്, നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണ്, പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. nafi.eduport